Yes,
ഉണ്ടാകണമെന്നില്ല. അവൻ ലഭിക്കുമ്പോൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ. ദൈവജനം കർത്താവിലേക്ക് ഏൽപ്പിച്ചാട്ട് നന്ദിയോടെ നമുക്ക് കാലം വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കാം, ഒരു ദാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. അവശത തൃപ്തിയായ പാത്രത്തിൽ ഒരിക്കലും തിരിച്ചു നിറപ്പാൻ കഴിയത്തില്ല. അവശത ഞാൻ എല്ലാം ഉള്ളവനാ തികഞ്ഞവനാന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. അവശത ഏത് പാത്രം കാലിയായിരിക്കുന്നു. അവശത ഹല്ലേലൂയ. വിധവന്റെ വീട്ടിൽ എണ്ണ എത്ര വന്നിട്ടും കാര്യമില്ല, കാലിയുള്ള പാത്രത്തിൽ മാത്രമേ നിറപ്പാൻ കഴിയുള്ളൂ. നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും അവശത ഒരു തുള്ളി പോലും ഒഴിക്കാൻ കഴിയത്തില്ല. ഇതുപോലെ കാലം കാലിയായ ദൈവസന്നിധിയിൽ അവൻ ഞാനൊരു വരണ്ട അവശത പാത്രമാണ്, ഞാനൊരു എംപിയായ പാത്രമാണ്. കർത്താവ് എന്നിലേക്ക് ആത്മാവിന് പകരണമേ, എന്നിലേക്ക് ദൈവകൃപ പകരണമേ, എന്നിലേക്ക് ഒരു ശക്തി പകരണമേ, എന്നിലേക്ക് ഒരു സൗഖ്യത്തിന്റെ കൃപ പകരണമേ, എന്നിലേക്ക് അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ പകരണമേ. അല്ലെങ്കിൽ ഉപലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ദൈവ കൃപയാൽ എന്ന് നിറയ്ക്കണമേ എന്ന് പകൽക്കാലം ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ, ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോ അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവിനെല്ലാവരായിരിക്കുന്നത്. ഉണങ്ങിയിരിക്കുന്ന നിലത്താണ് വെള്ളം അവൻ വലിച്ചെടുക്കപ്പെടുക. ഇതുപകൽക്കാലം ഒരു ദാഹത്തോട്, ഒരു പ്രതീക്ഷയോട് അവൻ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമെങ്കിൽ നമ്മുടെ നിറയ്ക്കുവാൻ മതിയായ ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ എല്ലാവരും സമർപ്പണത്തോടെ കർത്താവേ ഞാൻ വന്നതുപോലെ എന്നെ അയക്കരുത്. എത്ര പേര് നമുക്കെല്ലാവരും ആത്മാർത്ഥതയോടെ പറയാനുണ്ട്, കർത്താവേ വന്നതുപോലെ ഞാൻ പോകരുത്. ഞാൻ മകൾക്കാരൻ ക്ഷീണത്തോടെ വന്നേക്കുന്നത്, എന്റെ ക്ഷീണം മാറ്റി അയക്കണമേ. ഞാൻ ഹൃദയത്തിൽ ഒരു ഭാരത്തോടെ വന്നേക്കുന്നത്, എന്റെ ഭാരത്തെ എടുത്തു മാറ്റി അയക്കണമേ. എന്റെ ശരീരത്തിൽ ഇന്ന വേദനയാ, ഇന്ന കാര്യങ്ങളെ ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ഇന്ന് മകൾക്കാരൻ ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോ അതിന് പരിപൂർണ വ്യത്യാസം പ്രാപിച്ച് മടങ്ങി പോകണം. എന്റെ ജീവിതത്തില്, എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില്, നിങ്ങളുടെ സമയം കുടുംബങ്ങളുടെ ജീവിതത്തില് ഇതുപോലെ കാലമുള്ളതെല്ലാം ആരാധന വിടുതലുണ്ടല്ലോ, ആരാധന സൗഖ്യമുണ്ടല്ലോ, ആരാധന അത്ഭുതമുണ്ടല്ലോ, ആരാധന വിടുതലുണ്ടല്ലോ. ഇതുപോലെ കാലം വിടുതൽ പ്രാപിച്ചവരായ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാ, എന്നെ ഏൽപ്പിക്കുകയാ കർത്താവേ. ദൈവസന്നിധിയിലേക്ക് ഒരു സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു സമർപ്പണത്തോടെ നമ്മളെ ഏൽപ്പിക്കാം. നന്ദിയോടെ എല്ലാ കണ്ണുകളും അടച്ച് അല്പനേരം നമ്മൾ ആത്മാർത്ഥതയോടെ കർത്താവിനെ ആരാധിക്കാൻ നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. Why
பெய்யும் பரிசுத்தரே இன்னைக்கு எத்தனை பேர் தேவனுடைய சன்னதியில வாஞ்சையா இருக்கிறீங்க? பனி போல என் மேல் ஒன்று பொழிங்கப்பா, ஒரு மழை போல தேவாவியானவர் என் மேல் ஒன்றுப்பா. வறண்ட நிலங்களில
வாய்க்கால்கள் அமைப்பவரே, அவன் வறண்டு போயிருக்கிற நிலைமையில் இருக்கிறோமா? அவன் எந்த ஒரு அவன் கோப்புக்கும் வழியில் நாம் இருக்கிறோமா? தேவனுடைய கரங்களில் இன்றைக்கு ஒப்பு கொடுங்க. கர்த்தர் கனிதரும் மரமாக உன்னை காப்பாற்றி வளர்க்கிற ஒரு நல்ல கர்த்தரை தான் நான் ஆராதிக்கிறோம். அவன் 3 வருடங்கள் மழை இல்லாம அவன் வெறுமையாய் கிடந்த ஒரு தேசத்தின் மேல் அவன் ஒரு தேவனுடைய ஊழியக்காரனுடைய ஜெபத்தின் மூலம் பெருமழையை பிரவேசிக்க செய்தார். ஹல்லேலூயா. இந்த நாளில் நீ நானும் கர்த்தருடைய சமூகத்துல அவன் ஒரு எலியாவை போல அவன் கர்த்தருடைய சமூகத்துல இன்றைக்கு ஜெபிக்க தயாரான கர்த்தருடைய சொல்லை கேட்க தயாராக என்று சொன்னார். அவன் சொல்ற இன்னைக்கு உள்ளங்கை மேகத்தை நீ நானும் பார்க்க முடியும். எத்தனை பேர் வாஞ்சிக்கிறீங்க, ஆண்டவரே இந்த ஆராதனையில நான் போகிறதுக்கு முன்னால அந்த உள்ளங்கை அளவு மேகத்தை நான் காணணும், நான் அதை கண்டுட்டு தான் போகணும். அவன் சொல்ற ஒரு பெருமழையை நான் எதிர்பார்க்கிறேன். அவன் ஒரு பெருமழையை இந்த தேசத்தில் நாங்கள் எதிர்பார்க்கிறோம். அவன் சொல்ற ஒரு பெருமழை எங்கள் சபையில் எதிர்பார்க்கிறோம். ஒரு பெருமழை நிறைச்சில் நாங்கள் எங்கள் விசுவாச காதுகளால் கேட்கிறோம். ஆண்டவரே அவன் சொல்ற ஒரு விடுதலையின் கரம் நாங்கள் கேட்கிறோம், ஒரு அற்புதத்தின் கரத்தை நாங்கள் கேட்கிறோம், ஒரு அதிசயத்தின் கரத்தை நாங்கள் கேட்கிறோம். நாங்கள் விசுவாசத்தால் காண்கிறோம். ஆண்டவரே கர்த்தர் அற்புதத்தை செய்கிறவராய் இருக்கிறார். பனி போல பெய்கிற ஒரு பரிசுத்த ஆவியை நம்மை ஊற்ற போதுமானவராய் இருக்கிறார். ஹல்லேலூயா. ஆமென். சொல்ற நம்முடைய வாழ்க்கையில் அற்புதத்தை செய்ய ஒரு போதுமான கர்த்தரை தான் நான் ஆராதிக்கிறோம். விசுவாசத்தோடு இன்னைக்கு ஆராதிப்போம், அற்புதத்தை காண்ப போகிறோம். பிரைஸ் தி லார்ட். ஹல்லேலூயா. நமக்கு தெரிந்த ஒரு பாடலை கரங்களை தட்டி பாடி கர்த்தருடைய நாமத்தை மகிமைப்படுத்துவோம். எல்லாரும் உற்சாகமாய் கரங்களை தட்டி ஆமென் சொல்றோம். ஆத்மாவோடு கர்த்தருடைய சமூகத்தில் பாடி நமக்கு ஆராதிக்கலாம். பிரைஸ் தி லார்ட். ஹல்லேலூயா. Amen.
അത്ഭുതം ചെയ്യുവാൻ വാഗ്ദത്തം പോലെ ദൈവം വന്നിട്ടുണ്ട്. വാക്ക് പറഞ്ഞവൻ മാറാത്തവൻ, വാക്കിൽ വിശ്വസ്തൻ, ആമേശ്വരം നല്ലവനായ ദൈവത്തെയാണ്. അവന്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവനോട് ചോദിച്ചിട്ട് ആർക്കും കിട്ടാതിരുന്നിട്ടില്ല. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യമായി ആരും കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് വെറും കൈയോടെ പോയിട്ടില്ല. ആരും വന്നതുപോലെ പോയിട്ടില്ല. നമുക്ക് കാലം വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നീയും കർത്താവെ ആരാധിക്കുവാൻ നൽകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ നമ്മൾ ദൈവനാമത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആവശ്യത്തിന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ മതിയായ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എല്ലാവരും ആത്മാർത്ഥതയോടെ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ആത്മാർത്ഥതയോടെ കർത്താവിനെ മഹത്വം
സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിങ്ങൾ നിന്റെ നാമത്തിൽ വരുമോ? ഞങ്ങൾ തിരുമുഖത്തെ നോക്കുന്നോ? ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുമോ? ഞങ്ങൾ തിരുമുഖത്തെ നോക്കുന്നോ? നീ മാത്രം സ്തുതികൾക്ക് യോഗ്യനായോ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു. നീ മാത്രം സ്തുതികൾക്ക് യോഗ്യനായോ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. അതിൽ അവസാനമായി നമ്മൾ ധ്യാനിച്ചത് ഇതാണ്. യേശു കർത്താവ് പറഞ്ഞ 5ാമത്തെ മൊഴി എന്താണ്? എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള ഒരു മൊഴി. അതിനാണ് നമ്മൾ ധ്യാനിച്ചു വന്നുകൊണ്ടിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ വേദഭാഗത്ത് നിന്ന് പകല് ആമേൻ തുടർന്ന് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മുടെ കൊയർ ലീഡ് ചെയ്തപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആ വചനത്തിലെ ദാഹത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയില് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അല്ലേ, വരണ്ട നിലത്തിൽ അല്ലേ, പനി പോലെ പെയ്യും പരിശുദ്ധരെ അല്ലേ, മഴയാകെ പൊഴിയും ആവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടി അല്ലേ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ വചനമായിട്ട് ആ പാട്ടും എല്ലാം കണക്ട് ചെയ്ത് വരുന്നതിനായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂതായിട്ട് നമുക്ക് ആ വചനങ്ങളെ ചെയ്യാം. എത്ര പേര് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോട് കർത്താവിനോട് ദൈവത്തിനാത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ വായിച്ചത് അന്ന് പറഞ്ഞ കാര്യം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് കർത്താവിന്റെ 5ാമത്തെ മൊഴി കാണുന്നത്. 19:28 അതിനുശേഷം സകലവും തിരിഞ്ഞിരിക്കുന്നെന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകണം, എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് തീർന്നു ദാഹിക്കുന്നു എന്ന 2 കാരണമാണ് ഞാൻ പറഞ്ഞതെന്ന്. എത്ര പേര് ഓർക്കുന്നുണ്ട്? 2 കാരണമാണ് പറഞ്ഞത്. യേശുവിനെ ദാഹിക്കുന്നെന്ന് ക്രൂശിൽ കിടന്നോട് പറയാൻ കാരണം എന്താണ്? ഒന്ന്, ആമേൻ, ഹല്ലേലൂയ, ഗെത്സമനെ തുടങ്ങി കർത്താവ് മാനസികമായും
ശാരീരികമായി ഒത്തിരി പീഡനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അവൻ യേശു കർത്താവിനെ ഒടുവിൽ എവിടെ കൊണ്ട് ക്രൂശിലെത്തിയു. അവൻ പ്രാണികളാൽ തറച്ചു. അവൻ നോക്കണമേ, ജലാംശം എല്ലാം തീർന്നു പോയിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് അവൻ യേശു കർത്താവ് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ ദാഹം ആർക്ക് വേണ്ടിയാണ്? അവൻ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപികളായി ജീവിക്കുന്ന സകല മനുഷ്യർക്ക് വേണ്ടി. ഒന്നുകൂടെ പറയാം, ഇന്നിവിടെ വന്ന് ഞാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദാഹത്തോടെ ക്രൂശിൽ മരിച്ച യേശു കർത്താവ് പറയാണ്, എന്നെ നിങ്ങൾ വീണ്ടെടുക്കുവാൻ യേശുവിനെ ദാഹിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സ്വതന്ത്രം അല്ലേ? അവനറിയ ആ കർത്താവ് ദാഹിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഇന്ന് അവൻ സന്തോഷത്തോടെ ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകുന്നത്. എന്നാൽ ഞാൻ അവനെ അതില് അന്ന് പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ്? ആ ദാഹം ആരിലും ഉണ്ടാകണം, നമ്മളിലും ഉണ്ടാകണം. നമുക്കെന്ത് വേണം? അവൻ ഇന്ന് കർത്താവിന്റെ പറഞ്ഞതുപോലെ എത്ര പേര് ഈ ആരാധനയിൽ ഒരു ദാഹത്തോടെ വന്നിട്ടുണ്ട്? ഒരു 4 കൂട്ടം കാര്യം വേഗം പറഞ്ഞ് ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുക. നമുക്കുണ്ടാകിയ ദാഹം ഒന്ന് ഞാൻ അന്ന് തുടക്കം ഒന്ന് പറഞ്ഞായിരുന്നു. എന്തിനു വേണ്ടി ദാഹിക്കണം? അവിടെ സങ്കീർത്തനം 42 സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. സങ്കീർത്തനം 42-ന്റെ 1-2 വാക്യങ്ങൾ എന്താ പറയുന്നത്? മാങ്ങത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെയ്യുവാൻ കാക്ഷിക്കുന്നത് പറഞ്ഞിട്ട് 2-ാം വാക്യത്തിൽ പറയാണ്, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ അവർക്ക് വേണ്ടിയുള്ള ദാഹമാണ്. ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. ഒരു വാക്യം കൂടെ ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച സങ്കീർത്തനം ഏതാ? 63-ാം സങ്കീർത്തനം അല്ലേ? അതിൽ 1-ാം വാക്യത്തിൽ എങ്ങനെയാ പറയുന്നത്? ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു പറയുമ്പോ ആർക്ക് വേണ്ടിയുള്ള ദാഹമാ? ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. ഇന്ന് ആ ദാഹത്തോടെ കടന്നു വന്ന ദൈവമക്കൾ കാലം ഉയർത്തുന്ന ദൈവത്തിന് സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ദാഹത്തോടെ ആര് കടന്നു വന്നു അവർക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്തുണ്ടാകും? ഒരു ദാഹം ഉണ്ടാകും. സ്തോത്രം അല്ലേ? ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളോട് ഒന്ന് ചോദിക്കും, നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ ദാഹം വരും ഇല്ലേ? നമുക്കൊക്കെ ദാഹം വരും. എപ്പോഴൊക്കെ ദാഹം വരുന്നത്? എപ്പോഴാണ് ദാഹം വരുന്നത്? അറിയാ? പറഞ്ഞോ? അതല്ലേ പറഞ്ഞോ? ആരെ പറഞ്ഞേ? കളിച്ചോണ്ടിരിക്കും അല്ലേ? നമ്മൾ എന്ത് ചെയ്യാം? ബോയ്സ് ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ഗേൾസ് എന്ത് ചെയ്യാണ്? അവൻ പല അല്ലെ എന്താ കൊട്ടുകളി എന്താ സാറ്റോ എന്തൊക്കെ കളിയൊക്കെ കളിക്കും അല്ലേ? അല്ലേ? അങ്ങനെ കളിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ ഓടി കളിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാകും? ഒരു ദാഹം ഉണ്ടാവും. ഇങ്ങനെ ദാഹം വരുമ്പോ എന്താ ചെയ്യുന്നത്? ഓടിപ്പോയി എന്ത് ചെയ്യും? മമ്മി എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് ചിക്കൻ ബിരിയാണി തരാനെന്നാണോ പറയുന്നത്? ആണോ? അല്ല. എന്താ ചോദിക്കുന്നത്? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ നോക്കണം, ദാഹിക്കുമ്പോൾ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? അവനല്ല. എന്നാൽ ദാഹമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരേ ഉള്ളൂ. ആരായിരിക്കും? അവർക്ക് പറഞ്ഞോ? ആര്? ബെനിച്ചിലാണോ? ബെനിച്ചുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇതാ കറക്റ്റ് ആൻസർ വരും. ആർക്ക്? ഒരു മനുഷ്യന് മാത്രമേ ദാഹം വരാത്തുള്ളൂ. ആർക്കാ? മരിച്ച മനുഷ്യൻ മരിച്ചു കിടക്കുക. ആ മരിച്ച മനുഷ്യൻ പറയോ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരാന്ന് പറയോ? പറയോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇല്ല. ആർക്കെ ദാഹം വരത്തുള്ളൂ? ജീവനുള്ളവർക്ക് എന്ത് വരത്തുള്ളൂ? അവൻ ദാഹം വരത്തുള്ളൂ. എത്ര പേർക്ക് ആത്മീയത്വം മനസ്സിലാകുന്നുണ്ട്? ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്കും എന്ത് വരത്തില്ല? ദാഹം വരാതിരിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവമക്കളടക്കം പറയട്ടെ, ഇന്ന് എത്ര പേർ ജീവനോടെ കടന്നു വന്ന ദൈവത്തിന് വേണ്ടിയുള്ള ബന്ധത്തോടെ ആയിരിക്കുന്നുണ്ട്. അവൻ മരിച്ച വ്യക്തിക്ക് ദാഹം വരത്തില്ല. അല്ലെങ്കിൽ ആത്മീയമായി മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് എന്ത് വരത്തില്ല? ദാഹം വരാതിരിക്കുമ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവൻ എന്റെ ഉള്ള ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? ദാഹിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവമാരാണ്? എന്റെ യേശു മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തിന് വേണ്ടി എത്ര പേർ ദാഹപ്പെടുന്നുണ്ട്? ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ദാഹം വേണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഞാൻ അന്നും അമ്മ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നറിയത്തില്ല. അമ്മ മക്കളെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം വേണം. വേണോ?
വേണം, അല്ലേ? ജോലി വേണം, വേണം. കുഞ്ഞുങ്ങളോട് പറയട്ടെ, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ആരോഗ്യം വേണം, ഇതൊക്കെ വേണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവനാൽ ഇതിനൊന്നും നമുക്ക് തൃപ്തി വരുത്താൻ പറ്റത്തില്ല. എത്ര പണമുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര നല്ല ജോലി ഉണ്ടെങ്കിലും, എത്ര നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര നല്ല പേരുണ്ടെങ്കിലും, എത്ര നല്ല പ്രശസ്തി ഉണ്ടെങ്കിലും, ഇതെല്ലാം മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ, ഇതിനൊന്നും നമ്മളെ നിശ്ചയപ്പെടുത്തിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, അവൻ അവരുടെ പണത്തിനപ്പുറക്കാൾ, അവൻ ആരോഗ്യത്തിനേക്കാൾ, അവൻ അവരുടെ പ്രശസ്തിയേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് തൃപ്തി വരുത്തുവാൻ ഒരു മാത്രമേ കഴിയുള്ളൂ, ജീവനുള്ള ദൈവത്തിന് മാത്രം. അതുകൊണ്ടല്ലേ ചില ആഴ്ചകൾക്ക്, ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പത്രം വായിക്കുന്ന ഒരു വാർത്ത കാണുന്നവർക്കറിയാം, എത്ര കോടീശ്വരന്മാരല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്ത് കണ്ടില്ലേ? പണമില്ലാഞ്ഞിട്ടാണോ, പേരില്ലാഞ്ഞിട്ടാണോ, പ്രശസ്തി കഴിഞ്ഞ ദിവസമല്ലേ, ചില മാസങ്ങൾക്ക് മുമ്പാണ്, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. എത്ര കോടീശ്വരന്മാര് പണമില്ലാഞ്ഞിട്ടല്ല, പേരില്ലാഞ്ഞിട്ടല്ല, പ്രശസ്തി ഇല്ലാഞ്ഞിട്ടല്ല, അവരൊക്കെ മനസ്സിലായി ഈ ഭൗമിക നന്മകൾക്കൊന്നും തൃപ്തി വരുത്താതിരിക്കുമ്പോൾ ഇനി ആരുടെ കടന്നു ദൈവങ്ങളോട് പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ആരാധിക്കുന്നു, അവർക്ക് തൃപ്തി വരുത്തുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ദാഹം ഉണ്ടാകണം. എന്താ ഈ ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം? അതിന്റെ ഒരു അടയാളം എന്തൊക്കെയായിരിക്കും? എനിക്ക് ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒരു ദാഹം ഉണ്ടെന്ന് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും? 1-2 ലക്ഷണങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, എപ്പോഴും ദൈവസാന്നിധ്യം എപ്പോഴും ദൈവസാന്നിധ്യം ആഗ്രഹിക്കും, അല്ലേ? നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാകട്ടെ, നമ്മൾ കളിക്കുമ്പോഴാകട്ടെ, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാകട്ടെ, നമ്മൾ ജോലിയെടുത്താകട്ടെ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകട്ടെ, ഞായറാഴ്ച ആലയത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല, എവിടെയായിരുന്നാലും നമുക്കൊരു ദാഹം ഉണ്ടാകും. ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. ഉണ്ടോ? അതാണ് ദാഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഞായറാഴ്ച വന്ന് 2 കൈകടി മേടിച്ച് 2 പാട്ടും പാടി ഒരു പ്രസംഗം കേട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഒരു സാക്ഷ്യം കേട്ട് മടങ്ങി പോകുന്നതല്ല ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ആലയം വിട്ടു പോകുമ്പോൾ എപ്പോഴും ദൈവിക പ്രസൻസിലേക്കായിരിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർക്കാണ് ദാഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. നമ്മുടെ കുട്ടും ഗായസും അതുപോലെ ഗേൾസിലാണെങ്കിലും ഫാമിലിയും ഒക്കെ നമ്മുടെ മധ്യമായിരിക്കുന്നല്ലോ. നിങ്ങളുടെയൊക്കെ പ്രായത്തില് കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, പാരന്റ്സ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു ടൂർ പോവുക. ഇങ്ങനെ ടൂർ പോകുമ്പോൾ ഒത്തിരി ജനങ്ങളുണ്ട്, വലിയൊരു കൂട്ടം ജനമുണ്ട്. ഈ ജനത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ ടൂർ പോകുമ്പോൾ എന്ത് ചെയ്യുക, അറിയാതെ പപ്പയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചെടുക്കായിരുന്നു, അറിയാതെ പപ്പയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, വിട്ടുപോയി. ജനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു, അകപ്പെട്ടു പോയി. അയ്യോ പപ്പയും അല്ലെ, അങ്ങനെ ഒരാൾക്ക് പറ്റിയിട്ടുണ്ടല്ലേ? ആർക്കെ പറ്റിയത്? യേശുവിന് അല്ലേ? യേശുവിന് എന്ത് ചെയ്തു? 12ാമത്തെ വയസ്സില് അല്ലേ, പപ്പ വിചാരിച്ചു മമ്മിയുടെ കൂടെ ഉണ്ടെന്ന്, മമ്മി വിചാരിച്ചു പപ്പയുടെ കൂടെ ഉണ്ടെന്ന്. രണ്ടുപേരും വീട്ടിലെത്താനായപ്പോഴാണ് നോക്കിയപ്പോഴാണ് ആരില്ല, യേശുവില്ല അല്ലെ, 12ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ടൂറിന് പോവുകയാണ്. അന്നേരം എന്ത് ചെയ്തു, പപ്പയുടെ മമ്മിയോട് പോവുക. പക്ഷെ അറിയാതെ കൈവിട്ടു പോയി, ജനത്തിരക്കിന്റെ ഇടയിൽ എന്ത് ചെയ്തു, അകപ്പെട്ടു അല്ലെ. നിങ്ങളോട് ചോദിക്കട്ടെ, പപ്പയും മമ്മി കാണാതാവുമ്പോ അവരെ പിന്നെ കാണാനില്ല, നിങ്ങൾ കരയുവോ? പപ്പയും മമ്മിയും കാണാതാവുമ്പോ കരയുവോ? വയസ്സേ കരയോ? ചേച്ചു കരയും. എന്തോ കരയുന്നത്? ചേച്ചു കരയത്തില്ല. കരയോ? സന്തോഷം. ഓക്കെ, എന്താ കരയുന്നത്? എങ്ങനെയാണ് കരയുന്നത്? എനിക്ക് ഐസ്ക്രീം വേണമെന്നാണ് കരയുന്നത്. എനിക്ക് അല്ലെ ബോയ്സിലെ നമ്മുടെ മില്ലൂസിലൊക്കെ ആഗ്രഹം, നല്ല മില്ലൂസ് പറയാൻ എനിക്ക് ലംബോർഗിനി കാർ വേണം. അപ്പൊ നോക്കണം, ലംബോർഗിനി കാർ വേണമെന്ന് പറഞ്ഞാണ് കരയുന്നത്. ആണോ? പിന്നെന്തായിരിക്കും പറഞ്ഞു കരയുന്നത്? എനിക്ക് എന്റെ പപ്പയും മമ്മിയും കാണണമെന്താ, അവരുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്തു, സാന്നിധ്യം ഈ ജനത്തിന്റെ മധ്യത്തിൽ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് എന്റെ പപ്പയുടെയും മമ്മിയുടെയും മെഡിക്കൽ എത്തണമെന്നാണ് അവരുടെ ദാഹമെങ്കിൽ ഇന്ന് എത്ര കാര്യം മനസ്സിലാകുന്നുണ്ട്. ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എത്ര തിരക്കിന്റെ മധ്യത്തിലും അവൻ പറയട്ടെ, ഈ ഭൂമിയിൽ നന്മകൾക്ക് വേണ്ടിയല്ല, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദാഹം ഉണ്ടാകട്ടെ. സ്തോത്രം.
ഹല്ലേലൂയ. അപ്പൊ നോക്കണം, അപ്പൊ ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് എപ്പോഴും ദൈവിക പ്രസൻസ്, ദൈവിക സാന്നിധ്യമാകുക. മറ്റൊരു ലക്ഷണം പറയാം. ഹല്ലേലൂയ. ആ വ്യക്തികൾക്ക്, അങ്ങനെ ദാഹമുള്ള വ്യക്തികൾക്ക്, ആന്റിമാരെ, സഹോദരന്മാരെ പറയട്ടെ, അവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അവരുടെ കൈ ആരാധിക്കുമ്പോൾ ഇവിടെ പോയാൽ ലീഡ് ചെയ്യുമ്പോൾ അവര് പാടിക്കോട്ടെന്ന് പറഞ്ഞ് നോക്കി ഈ കാഴ്ചക്കാരെ ഇരിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈയടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് വചനം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവീയ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവന് പ്രാർത്ഥിക്കണം, അവന് ദൈവത്തെ ആരാധിക്കണം, അവന് വചനം കേൾക്കണം, അവന് കൂട്ടായ്മയിൽ പോകുക, ഒരു ഉന്മേഷം ഉണ്ടാകും. ഇന്ന് ദാഹത്തോടെ വന്ന എത്ര പേരുണ്ടെന്ന് ഇവിടെ ദൈവത്തെ സ്തുതിക്കണം. അതിനും ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ മീൻ എവിടെയാ വളരുന്നത്? മീൻ എവിടെയാ വളരുന്നത്? മീൻ എവിടെയാ ജീവിക്കുന്നത്? ടുട്ടു എവിടെയാ? കരയിലാണോ? എവിടെയാ? പുറത്ത് പറ. നിങ്ങള് വെള്ളത്തിൽ ലഭിക്കൂ. എവിടെയാ? വെള്ളത്തില. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ എത്ര പേര് വീട്ടിൽ അക്വേറിയം ഉണ്ട്? ഇല്ല, ആരുടെ വീട്ടിലില്ല. അക്വേറിയം കണ്ടിട്ടുണ്ടോ? ചെറിയ ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അക്വേറിയം ഇല്ലേ? ചെറിയ അക്വേറിയം കണ്ടിട്ടുണ്ടോ? അക്വേറിയത്തിൽ എന്ത് ചെയ്യാം? നല്ല ഗോൾഡൻ ഫിഷ് ഇങ്ങനെ ഇട്ടേക്കുക. ഇതിനെ വളർത്തിയിട്ട് നമ്മളൊരു ദിവസം പറയുകയാണ്, ഈ മീൻ, ഈ ഗോൾഡൻ ഫിഷിനെ, ഈ അക്വേറിയത്തിൽ കിടക്കുന്ന ഈ മീനെ പിടിക്കുക. മീനിന്റെ വാലെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുക. ഈ മീനെ ഈ വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോ മീൻ എന്ത് ചെയ്യും? മീൻ എന്ത് ചെയ്യും? കിടന്ന് പിടയ്ക്കും. ഈ പിടയ്ക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഗോൾഡൻ പ്ലേറ്റ് ഉണ്ട്. എന്തുണ്ട്? ഇത് ഗോൾഡ് കൊണ്ട്, സ്വർണം കൊണ്ട് ഒരു പ്ലേറ്റ് ഉണ്ട്. കൊണ്ട് വലിയൊരു പ്ലേറ്റ്. ഈ മീനോട് പറയുകയാണ്, ഈ മീനെ വാലെ പിടിച്ചിട്ട് എടുത്തിട്ട് പറയാം, മീനെ നീ കടന്ന് പിടയ്ക്കാതെ അടങ്ങിയിരിക്കും. മീനെ, നീ വെള്ളത്തിൽ കടന്ന് ഇത്രയും ദിവസമായി നീ വെള്ളത്തിൽ കിടക്കുന്നു. നിനക്ക് ഞാൻ നല്ല സ്വർണ്ണപാത്രത്തിൽ കൊണ്ടില്ല. നീ ഇതിനകത്ത് ഇനി വളരാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പറ്റൂ? മീൻ എവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ? വെള്ളത്തിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സ്വർണ്ണപാത്രം എന്ന് പറഞ്ഞാലും സ്വർണ്ണപാത്രത്തിൽ ജീവിക്കാൻ പറ്റുമോ മീനിന്? കാര്യത്തിന്റെ അർത്ഥം എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു മീനിന് അതിന് വളരണമെങ്കിൽ, അതിന് ജീവിക്കണമെങ്കിൽ വെള്ളത്തിലെ എത്ര സ്വർണ്ണപാത്രം കൊടുത്താലും അതിന് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഒരു ആത്മീയനെ സംബന്ധിച്ച് ഒരു ദൈവവേദനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒരു നന്മയ്ക്കും നമുക്ക് തൃപ്തി കിട്ടാൻ പറ്റത്തില്ല. എത്ര വലിയ സ്വർണ്ണപാത്രം കിട്ടിയാലും, എത്ര വലിയ നന്മ കിട്ടിയാലും, അതൊന്നും നമ്മൾ തൃപ്തി കിട്ടാതിരിക്കുമ്പോൾ ഒരു ആത്മീയനെ സംബന്ധിച്ച് പറയാൻ പറ്റും, എന്റെ പ്രാർത്ഥന ജീവിതമാണ്, എനിക്ക് ദൈവത്തെ ആരാധിച്ചെങ്കിൽ, വചനം ധ്യാനിച്ചെങ്കിൽ, കൂട്ടായ്മയിൽ പോയെങ്കിൽ എന്റെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഭാവനയോടെ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത്തോടെ കാര്യമുണ്ട്. ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒരു ദാഹം. നോക്കണം, ഒന്നാമത് എന്ത് വേണം? ആർക്ക് വേണ്ടിയുള്ള ദാഹമാണ്? ജീവനുള്ള ദൈവത്തിന്. അപ്പൊ ഒന്നാമത്തെ ദാഹം എന്ത് ദാഹമാണ്? ഉറക്കെന്ന് പറയാം. എന്തിനു വേണ്ടിയുള്ള ദാഹമാണ്? ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടാകണം. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ. ഞാൻ ഈ വചനം ഓർപ്പിച്ചു. നല്ല മനോഹരമായ പച്ച ചെടി ഹല്ലേലൂയ കൊണ്ടുവന്ന് വെച്ചു. അതിന് എന്ത് ചെയ്യാ? കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അതെന്ത് ചെയ്യാണ്? നല്ല പച്ചപ്പ് പിടിച്ചിരിക്കുക. ചില ദിവസങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം പോയി നോക്കി, വലിയ കുഴപ്പമില്ലാതിരിക്കുക. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, വലിയ കുഴപ്പമില്ല. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ചെടി എന്ത് ചെയ്യാണ്? വാടിപ്പോയിരിക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെടി എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയിരിക്കുക. എന്താ കാരണം? ഈ ചെടിക്ക് കിട്ടിയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ആത്മീയ ജീവിതം ഒറ്റ ദിവസം കൊണ്ടല്ല ഉണങ്ങി പോകുന്നത്, ഒറ്റ ദിവസം കൊണ്ടല്ല തകർന്നു പോകുന്നത്, ഒറ്റ ദിവസം കൊണ്ടല്ല നശിച്ചു പോകുന്നത്. നമ്മുടെ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്ന് നോക്ക്, അടുത്ത ദിവസം പ്രാർത്ഥന നമ്മൾ മടുക്കും. വചനം ധ്യാനിക്കാതിരുന്ന് നോക്ക്, വരുന്ന ദിവസങ്ങൾ മടുക്കും. കൂട്ടായ്മയിൽ പോകാതിരുന്ന് നോക്ക്, വരുന്ന ദിവസങ്ങൾ മടുക്കും. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ചെല്ലുമ്പോഴും ആത്മീയമായിട്ട് ക്ഷീണിച്ച് പലരും ആത്മീയമായിട്ട് ഉണങ്ങി പോകുമ്പോൾ ഇത് പല ദിവസത്തിൽ കടന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, ഞാൻ ആത്മീയമായിട്ട് ക്ഷീണിക്കുവാനല്ല, ആത്മീയമായിട്ട് ഉണങ്ങിയിരിക്കുവാനല്ല, ആത്മീയമായിട്ട് ഉണങ്ങി പോകാനല്ല, എന്നെ ഒന്ന് ഭാഷ പഠിപ്പിക്കണമേ.
സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയും അടുത്തു പോകരുത്, കൂട്ടായ്മ മടുത്തു പോകരുത്, ദൈവധ്യാരാധികരും മടുത്തു പോകരുത്, വചന ധ്യാനത്തിൽ മടുത്തു പോകരുത്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മടുത്തു പോകരുത് എന്ന് ദൈവാത്മാവിനെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് രണ്ടാമത്തെ ഒരു ദാഹത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ ദാഹം ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. എവിടെ പറയുന്നത്? ആമോസിന്റെ പുസ്തകം പഴയ നിയമത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആമോസ് 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആമോസ് 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആ വാക്കുകൂടെ വായിക്കാം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, പിന്നെന്താണ്? യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പും ദാഹവും ഞാൻ അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് കർത്താവ് പറയാം. തീർന്നില്ല. അതിലെ 13-ാം വാക്യം കൂടെ, 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അന്നാളിൽ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ കേൾക്കണം, സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് എന്ത് ചെയ്യുന്നു? ബോധം കെട്ട് വീഴുന്നു. എന്താ കാരണം? ദാഹം കൊണ്ട്. ഏത് ദാഹം? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, പിന്നെ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനം കിട്ടാതെ എന്ത് ചെയ്യാണ്? ദാഹിച്ച്. ആരോഗ്യ സൗന്ദര്യമുള്ള സുന്ദരിമാരൊക്കെ നോക്കി അല്ലേ? നല്ല സൗന്ദര്യമുണ്ട് അല്ലേ? നല്ല സുന്ദരിമാരായിട്ട് വന്നത്. അടുത്തത് യൗവനക്കാര്, കുഞ്ഞുങ്ങളൊക്കെ നല്ല കുട്ടപ്പന്മാരൊക്കെ ഇങ്ങോട്ടൊന്ന് നോക്കി അല്ലേ? അമ്മയല്ല, നല്ല കുട്ടപ്പന്മാരെ സുന്ദരന്മാരായിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു? ബോധം കെട്ട്. എന്താ ബോധം കെട്ടാൻ കാരണം? ദാഹം. ഏത് ദാഹം? പെപ്സിക്ക് വേണ്ടിയോ? കൊക്കക്കോളയ്ക്ക് വേണ്ടിയോ? അല്ല, പിന്നെന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം ജീവനുള്ള വചനം കിട്ടാതെ എന്താ ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴുന്നത്? കാരണം വചനം ഇല്ലായിട്ടാണോ? പ്രസംഗം ഇല്ലായിട്ടാണോ? ഞാൻ ഒരിക്കലും ഇവിടെ കണക്ക് പറഞ്ഞു. ഹല്ലേലൂയ, ചിലരൊക്കെ അത് ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും. ഞാനത് ആവർത്തിക്കുന്നില്ല. ഒരു വർഷം നമ്മൾ എത്ര പ്രസംഗങ്ങൾ കേൾക്കുന്നതെന്ന് ഒരു കണക്ക് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ, ഒരു മാസം കുറഞ്ഞത് 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ അല്ലേ, ഒരു വർഷം എത്ര ഞായറാഴ്ച നമ്മൾ എത്ര പ്രസംഗം കേൾക്കുന്നു ഇല്ലേ? വെള്ളിയാഴ്ചകളിൽ കടന്നു വരുന്നവർക്ക് അത് പ്രസംഗം, കോട്ടേജിലേക്ക് ഇപ്പൊ കുറവാ, അതുകൊണ്ട് അത്രയില്ല. എങ്കിലും എത്ര പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ യൂട്യൂബ് തുറന്നാലോ, ഫേസ്ബുക്ക് തുറന്നാലോ, ഇൻസ്റ്റാഗ്രാം തുറന്നാലോ, ഈയോ പെന്തക്കോസ്തുകാരെ പോലെ പ്രസംഗം കേൾക്കുന്നവരുണ്ടോ? നോക്ക പറഞ്ഞേ. പിന്നെ എന്തിനാ ബോധം കെട്ട് വീഴുന്നേ? 2, ബൈബിളിലായിട്ടാണോ? ബൈബിളിലായിട്ടാണോ? ഞാൻ പറയട്ടെ, ഈ പ്രസംഗിക്കുന്ന എന്റെ കയ്യില് 5 ബൈബിളാണ് ഉള്ളത്. ഈയോ 1, ഞാൻ ഹല്ലേലൂയ വീട്ടിലും എന്റെ പേഴ്സണൽ മെഡിറ്റേഷനിലും ധ്യാനത്തിലും ഞാൻ വായിക്കുന്ന ബൈബിള്. 2, ഇന്ന് പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ബൈബിള്. കൺവെൻഷനും ഒക്കെ പോകുമ്പോൾ ഒരു ബൈബിൾ എനിക്ക് കൈ കൊണ്ട് നടക്കാം, വേറൊരു ബൈബിള്. വിസിറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ബൈബിൾ, ചെറിയൊരു ബൈബിള്, 4 ബൈബിള്. ഇംഗ്ലീഷ് ബൈബിള്, ഇംഗ്ലീഷ് ബൈബിൾ 5 ബൈബിൾ. അതും പോരാത്തതിന് മൊബൈലില് വേഴ്സിൽ ഒരു ബൈബിള്, തമിഴും ഇംഗ്ലീഷ് മലയാളത്തോടെയുള്ള ബൈബിള്, 6ാമത്തെ ബൈബിള്. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാര് പലരും ഭാഷക്ക് മാത്രമല്ല എനിക്കുമുണ്ട്. കാരണം എന്താ? നിങ്ങൾ ആരാന്റെ കഴിഞ്ഞ് നോക്കിയാൽ മതി. അടുത്ത ഞായറാഴ്ച രാവിലെ വന്ന് നോക്കണം, അലമാരി പുറത്ത് കുറെ ബൈബിള് അല്ലേ? അച്ഛന്മാര് പറയാം, ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. ഇത് വണ്ടി വരുമ്പോ ഇന്നലെ ഒരു ബൈബിൾ ഇങ്ങനെ അനാഥപ്രദം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ബൈബിൾ കസേര ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ചോദിക്കാം, ഇത് ആരാ ഭാഷ ബൈബിള്? ഒരാഴ്ചയായിട്ട് ഈ ചെയർ മാറി മാറി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പേര് നോക്കിയിട്ടാണെങ്കിൽ പേരും കാണുന്നില്ല. അപ്പൊ നോക്കണം. ഹല്ലേലൂയ. അപ്പൊ ബൈബിൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇനി ബൈബിളിന്റെ വില എന്ത് കുട്ടാപ്പി നിങ്ങളുടെ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് ഏത് ബൈബിള് കൊണ്ടുവന്നേ? ഞങ്ങൾ വാങ്ങി തന്ന ബൈബിളാണോ? ഞങ്ങൾ വാങ്ങി തന്ന ബൈബിളാ? ഓക്കെ, ഗുഡ്. ഹല്ലേലൂയ.
അയ്യോ, ബൈബിൾ വാങ്ങാൻ ചെന്നപ്പോ സെക്രട്ടറി 2650 രൂപ, 3650 രൂപ, 5000 രൂപ. അവസാനം അവൻ ഇവർക്ക് വാങ്ങിയത് 2000 അല്ലെ, 2050 രൂപ കുറവ്. ഇത് നമ്മുടെ അൽവിനയുടെ ബൈബിളിന് 1000 രൂപ. ഞെട്ടിപ്പോയി. ഞാൻ 500 രൂപ കൊണ്ട് പോയേക്കാം. അവസാനം ഇവരോട് പറഞ്ഞ് ഗൂഗിൾ പേ ഇട്ട് തരാൻ പറഞ്ഞ് അവരോട് ഗൂഗിൾ പേ ഇട്ട് തന്നിട്ടാണ് ഞാൻ കോട്ടയത്തുനിന്ന്. അയ്യോ, അപ്പം ബൈബിളിന്റെ വില കുറഞ്ഞ ബൈബിളല്ല, 2000-ന്റെയും 3000-ന്റെയും 1000-ന്റെയും ഒക്കെ ബൈബിളാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ ബൈബിൾ ഇല്ലായിട്ടാണോ? അല്ല. പിന്നെന്താ ബോധം കെട്ട് വീഴാൻ കാരണം? അയ്യോ, ബൈബിൾ ഇഷ്ടംപോലെ ഉണ്ട്, പ്രസംഗം ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞായറാഴ്ച പോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ മാറി കേൾക്കുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഏറ്റെടുക്കുന്നില്ല, ഇതൊന്നും ഗ്രഹിക്കുന്നില്ല. ഈ വചനമൊന്നും നമ്മൾ ദൂരായിട്ട് ഏറ്റെടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ആ നാട് സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും എന്ത് ചെയ്യും? ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴുമ്പോൾ ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഒരു ദാഹമുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം. അമ്മേ, കുഞ്ഞുങ്ങള് ഇന്ന് ബൈബിൾ വായിച്ച എത്ര പേരുണ്ട്? നിങ്ങൾ കൈവക്കല്ലോ. എത്ര പേര് ഇന്ന് വചനം രാവിലെ ബൈബിൾ വായിച്ചു? വാക്യം പറയാൻ വേണ്ടി ഇവിടെ മനപ്പാഠം വായിക്കാനുള്ള വചനമല്ല, അല്ലാതെ ബൈബിൾ തുടങ്ങാൻ വായിക്കുന്ന എത്ര പേരുണ്ട്? രാവിലെ അല്ലെ, അല്ലെ, എന്താ പറഞ്ഞത്? ഞാൻ ആ വാക്യത്തെ ഒന്നുകൂടെ മടങ്ങി വരികയാണ്. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ ഉറക്കെന്ന് പറയോ, ഞാൻ നിന്നെ അന്വേഷിക്കും. ആരെ അന്വേഷിക്കും? നമ്മൾ രാവിലെ എന്താ അന്വേഷിക്കണം? സത്യം പറയാം. എന്താ? എന്റെ ഫോണ് എവിടെ? പിന്നെ എന്തായിരിക്കും അന്വേഷിക്കുന്നത്? കുഞ്ഞുങ്ങൾ, ഇന്നലെ ഞാൻ പഠിച്ച ഹോംവർക്ക് ഒക്കെ ചെയ്തതാ. എന്റെ സോഷ്യൽ ബുക്ക് ആണോ? അല്ലേ, എന്റെ സോഷ്യൽ ബുക്ക് ഞാൻ പ്രോജക്ട് വർക്ക് എഴുതിയതാ. മമ്മി, എന്റെ പ്രോജക്ട് വർക്ക് രാവിലെ. അതാണ് അന്വേഷിക്കുന്നത്. ഇല്ലേ, അമ്മ ഇന്നലെ വന്ന് യൂണിഫോം, അമ്മ ഷർട്ട് ഒരു വശത്തേക്ക്, പാന്റ് ഒരു വശത്തേക്ക്, സോക്സ് വേറൊരു വശത്തേക്ക്, മറ്റു വശങ്ങളെല്ലാം രാവിലെ അന്വേഷിക്കുക. സ്കൂളിൽ പോകാൻ നേരം എന്റെ ഡ്രസ് ഇതാണ് അന്വേഷിക്കുന്നത്. രാവിലെ ആരെ അന്വേഷിക്കണം എന്ന് ഒന്ന് കണ്ടു പറഞ്ഞേ. ഒന്ന് ദൈവത്തെ അന്വേഷിക്കണം, രണ്ട് എന്തന്വേഷിക്കണം? ഇന്ന് ഈ വചനം ഏറ്റെടുക്കാമോ? രാവിലെ പ്രാർത്ഥിച്ച ഈ വചനം ഒന്ന് അവൻ വായിക്കുക, ധ്യാനിക്കുക. അവൻ ഇത് നമ്മുടെ ദാഹം പോക്കുന്നതാണ്, നമുക്ക് തൃപ്തി വരുത്തുന്നതാണ്. എത്ര പേർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന അവൻ അച്ഛന്മാരോട്, അമ്മച്ചിമാരോട്, അവൻ സഹോദരിമാരോട്, ഇവിടെ ഇരിക്കുന്ന പലരോട് ചോദിച്ചാൽ പറ്റും. അവൻ ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്, ചൈതന്യമുള്ള വചനമാണ്, പ്രാണനെ തണുപ്പിക്കുന്ന വചനമാണ്, അത്ഭുതത്തെ ന്യായമാക്കുന്ന വചനമാണ്, തേനിനെക്കാട്ടിലും തേൻകട്ടേക്കാളും മാധുര്യമേറിയ വചനമാണ്, അത് തങ്കത്തെക്കാൾ വിലയുള്ള വചനമാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? അതുകൊണ്ട് ഈ വചനം വിട്ട് കളിക്കരുത്. ഈ വചനം നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കും. വചനത്തിന് വേണ്ടിയുള്ള ദാഹം നമുക്ക് ഉണ്ടാകണം. അപ്പൊ രണ്ട് കാര്യമാണ്. ഒന്ന്, എന്തിനു വേണ്ടിയുള്ള ദാഹമാണ്? ഉറക്കെന്ന് പറ കുഞ്ഞുങ്ങൾ, എന്തിനു വേണ്ടിയുള്ള ദാഹം? ഉറക്കെന്ന് പറ. പിന്നെ എന്താ? ജീവനുള്ള ദൈവത്തിന്. രണ്ട്, ജീവനുള്ള വചനത്തിനാണ്. മൂന്ന്, അമ്മ വേഗത്തിൽ ഞാൻ നിത്യജീവന് വേണ്ടിയുള്ള ദാഹം. എന്തിനു വേണ്ടിയാ? അമ്മ വാക്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിലെ 13-14 വാക്യങ്ങൾ എന്താ പറയുന്നത്? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. ആമേൻ. അടുത്തത് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവരിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. എന്റെ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന അവൻ നിത്യജീവന് വേണ്ടിയുള്ള ഒരു ദാഹമെന്ന് ഞാൻ അതിന് കൊടുക്കുകയാണ്. നമുക്കറിയാൻ സന്ദർഭം ഞാനത് വിശദീകരിക്കില്ല. ശമര്യക്കാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയോടുള്ള യേശുവിന്റെ സംഭാഷണം. നിങ്ങൾക്കറിയാലോ, ശമര്യക്കാരി സ്ത്രീയോട് യേശു കർത്താവ് ശമര്യ പട്ടണത്തിൽ ചെന്നിട്ട് താമസിച്ചിരിക്കുകയാണ്. ഉടനെ ഒരു ശമര്യക്കാരി സ്ത്രീയെ വെള്ളം കോരുവാൻ വന്നപ്പോൾ ആ സ്ത്രീയോട് യേശു കർത്താവ് പറയാ, എനിക്ക് ദാഹിക്കുന്നു, എനിക്കത് ചെയ്യണം. ഉടനെ ഈ സ്ത്രീ എന്താ പറഞ്ഞത്?
ഒരു യഹൂദനായിരിക്കും നീ ഒരു ശമര്യക്കാരിയ സ്ത്രീ എന്നോട് നീ ഈ വെള്ളം ചോദിക്കാൻ എങ്ങനെയാ തുനിയത്? അല്ലേ? യഹൂദന്മാർക്കും ശമര്യർക്കും അന്ന് എന്തില്ലായിരുന്നു? സമ്പർക്കമില്ലായിരുന്നു, കൂട്ടായ്മയില്ലായിരുന്നു. മനസ്സിലായോ? ഉടനെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നീ ദൈവത്തിന്റെ ദാനമെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞുവെങ്കിൽ നീ എന്നോട് എന്ത് ചെയ്യുമായിരുന്നു? വെള്ളം ചോദിക്കുമായിരുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? വെള്ളം തരുമായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടാണ് യേശു കർത്താവ് പറയാണ് യേശുവോട്, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? ഒന്നോർക്ക പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെ എന്ത് ചെയ്യും? ഏത് വെള്ളം? ഏത് വെള്ളം? തളിച്ചോളൂ. ഓക്കെ, പച്ചവെള്ളം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ വെള്ളം, ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? അല്ലെ, അതല്ല പൈസ. ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം, അപ്പൊ ഏത് വെള്ളം? ഈ കിണറ്റിലെ വെള്ളം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത്, ഈ വെള്ളം, ഈ ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവനെല്ലാം എന്ത് ചെയ്യുന്ന? ഞാൻ കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം കൂടെ. നമുക്ക് ദാഹിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ല, ഫുട്ബോളൊക്കെ കളിച്ചും ഓടി കളിച്ചൊക്കെ ഇങ്ങനെ മടുത്തിൽ ദാഹിച്ച് തരുമ്പോൾ, മമ്മി എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ വെളിച്ചം പറഞ്ഞ പോലെ പച്ചവെള്ളത്തിനകത്ത് കുറെ ഉപ്പ് അങ്ങോട്ട് കലക്കി തന്നല്ല, എന്ത് ചെയ്യും? ദേഷ്യം വരുമ്പോ അത് ചെയ്യാ, അത് കുടിച്ചാ പിന്നെ എന്ത് ചെയ്യും? സത്യാണോ? ദാഹിക്കോ? ഓമനല്ലേ ദാഹിക്കോ? എന്താ കാരണം? ഉപ്പ്. രണ്ട്, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോടൊക്കെ ചോദിക്കുക, നമ്മൾ ദാഹിച്ച് പരവേശപ്പെട്ടിരിക്കുക, ഈ സമയത്ത് നല്ല പെപ്സിയോ കോക്കോകോളയോ സ്പ്രൈറ്റോ സെവനപ്പോ ഒക്കെ തന്നാൽ നമ്മുടെ ദാഹം തീരുവോ? സത്യം പറയണം, ദാഹം തീരുവോ? അന്നേരം അതില് അത് ചെയ്യും. അന്നേരം ഒരു ഗ്യാസും അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്, സ്പ്രൈറ്റും പെപ്സിയും ഒന്നും കുടിച്ചാൽ ദാഹം പോകില്ല, പക്ഷെ ദാഹം പോകണമെങ്കിൽ എന്തേലും കുടിക്കണം, നല്ല വെള്ളം തന്നെ. ആത്മീയർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ പിന്നെ എന്ത് ചെയ്യുന്ന? അല്ല, ലോകപ്രകാരം എന്തെല്ലാം ഉണ്ടെന്ന് മക്കളെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. മക്കളെ, നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഉണ്ടാകണം, നല്ല ജോലി നിങ്ങൾക്ക് ഉണ്ടാകണം, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിരിക്കണം. നല്ല ജോലി ഉണ്ടാകണം, നല്ല സമ്പത്ത് ഉണ്ടാകണം, ഉയർച്ചകളും നന്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിനൊന്നും നമ്മുടെ തൃപ്തി വരുത്താൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ യാതൊരു കാഴ്ചകൾക്കും, ഈ ലോകത്തിലെ യാതൊരു സുഖങ്ങൾക്കും അതൊക്കെ താൽക്കാലികമായി നമ്മളെ സന്തോഷിപ്പിക്കുന്ന, പക്ഷെ നിത്യമായ സന്തോഷം തരുവാൻ ഈ ഉലകത്തിൽ ഒന്നിനും സാധിക്കാതിരിക്കുമ്പോൾ പറയട്ടെ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ തൃപ്തി വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പറയാണ് ശമര്യക്കാരനോട് പറയാം, ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്ന? അടുത്തത് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവര് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന. അപ്പൊ ഏത് ദാഹം വേണം? എത്ര പേർക്ക് ആ ദാഹത്തോടെ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്? ഇന്ന് കർത്താവേ അങ്ങനെ വരവാണെങ്കിൽ, ഇന്ന് കാരണത്തിൽ കിടക്കുകയാണെങ്കിൽ, ഇന്ന് ഞാൻ ഇവിടെ മരിച്ചു വീണ അവനെനിക്ക് ഭാരമില്ല, ഞാൻ എനിക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിലേക്ക് പോകുമെന്ന് ദാഹത്തോടെ കടന്നു കരമിരിക്കുന്നത്. കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് താഴ്മയോട് പറയുക, മക്കളെ, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തെ പിൻപറ്റണം. പക്ഷേ ഈ ഭൂമിയിലെ പുറമെ നന്മകൾക്ക് വേണ്ടി, ഈ ഭൂമിയിലെ പുറം നേട്ടങ്ങൾക്ക് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യത പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാകണം. ഓക്കെ, ഞാനിത് പറയുമ്പോൾ ഒന്ന് ഓർത്തു, നമ്മളെ പോലെ ആരോഗ്യത്തോടെ നടന്നവർ, നമ്മളെ പോലെ സുഖത്തോടെ നടന്നവർ ഇത് എത്ര പേർ രോഗക്കിടക്കെ കിടക്കും, ഇല്ലേ? ഇത് എത്ര പേർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു? എപ്പോഴും നമ്മുടെ അവസരമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഉള്ള സമയം എന്ത് ചെയ്യാം? കർത്താവേ അങ്ങേക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ ജീവിക്കാൻ നോക്കണമേ. അവൻ നിത്യജീവന് വേണ്ടിയുള്ള ദാഹം. ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. നാലാമത്തെ ദാഹം എന്തിനു വേണ്ടിയാ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിലെ 37 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഓർത്ത് ശ്രദ്ധിച്ചോണമേ. John chapter 7 verse 37 through 39. 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്ത പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്
വിളിച്ചു പറഞ്ഞു, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അവൻ ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദി എന്തെയും ഒഴുകും. ഈ ജീവജല നദി എന്തിനെ കാണിക്കുന്ന പറഞ്ഞത്? എന്തിനെ കാണിക്കുന്ന പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുവെന്ന്. അങ്ങനെ എത്ര പേർ ഇന്ന് ദാഹത്തോടെ വന്നിട്ടുണ്ട്? പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന്. ഞാൻ പറഞ്ഞത് പ്രാരംഭത്തിൽ നമ്മുടെ പാട്ട്, പനി പോലെ പെയ്യും പരിശുദ്ധരെ, മഴയാകെ പൊഴിയും ആവിയെ. അവൻ ഹല്ലേലൂയ. അതിലൂടെ സ്റ്റാൻസിങ്ങിനെ പാടുന്നത്, വരണ്ട നിലങ്ങളിൽ. എന്ത് വരണ്ട നിലം? നിങ്ങൾ എത്ര പേർ, കുഞ്ഞുങ്ങൾ എത്ര പേർ വരണ്ട നിലം കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ടോ വരണ്ട നിലം? മഴയൊന്നും ഇല്ല, കണ്ടിട്ടുണ്ടോ ജോലെ? എങ്ങനെയായിരിക്കും വരണ്ട നിലം? ടിവിയില്. ഗുഡ്, ടിവിയിലാണ് കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെയായിരിക്കും വരണ്ട നിലം? നിമ്ന നമ്മൾ നല്ല ഈ എന്താ നെൽകൃഷിയൊക്കെ ചെയ്ത് ആ കറ്റൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ആ വയല് കണ്ടിട്ടുണ്ടോ? മഴയൊന്നും ഇല്ലാതെ എങ്ങനെ കിടക്കും? വിണ്ട് കയറി ഇല്ലേ? വിണ്ട് കയറി ഇങ്ങനെ കിടക്കും. ഈ വിണ്ട് കയറി കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഈ ഒരു വിത്തിട്ടാൽ കിളിക്കുവോ? കിളിക്കുവോ? ഇല്ല. എന്ത് ചെയ്യണം? ആ വരണ്ട നിലത്ത് നമ്മൾ പാടിയതുപോലെ, പരിപോലെ പെയ്യും പരിശുദ്ധരെ, മഴയാകെ പൊഴിയും ആവിയെ. അപ്പൊ ഇത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? മഴ വേണമെങ്കിൽ ഇന്ന് കേൾക്കുന്ന വചനമടക്കം നമ്മൾ കേട്ടിട്ടുള്ള വചനം നമ്മുടെ ഉള്ളിൽ കേർത്ത് ഇത് വളർന്ന് ഇത് ഫലം കായ്ക്കണമെങ്കിൽ ഏത് മഴ നമ്മൾ പൊഴിയണം? പരിശുദ്ധമാവിന്റെ നദി നമ്മൾ ഒഴുകിയെങ്കിൽ മറ്റത് പറ്റുള്ളൂ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ കേൾക്കുന്ന വചനം എനിക്ക് വളരണം, അത് കേൾത്ത് ഫലം കായ്ക്കണം, വചനം പോലെ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ആഗ്രഹമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ട് എന്ന് ഭയത്തോടെ ആഗ്രഹിക്കുന്നു. പരിശുദ്ധമാവിന്റെ ശക്തിയാ കർത്താവേ നനയ്ക്കണമേ എന്ന്. അപ്പൊ എന്ത് വേണം? ഏതിനു വേണ്ടിയുള്ള ദാഹം? എത്ര ദാഹം പറഞ്ഞു? ഇപ്പൊ ഒന്നോർത്ത് പറയാമോ? ഞാൻ നിർത്തിയ നിങ്ങൾ 4 പേർ അവൻ ദാഹം ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ വേഗം പറഞ്ഞ് നിർത്തിയില്ല, ഞാൻ കണ്ടു. നിർത്തണമെങ്കിൽ വേഗം പറയും. പറയാമോ? ഒന്ന് ജീവനുള്ള, 2 ജീവനുള്ള ദൈവത്തിന്റെ, 3 നിത്യജീവന് വേണ്ടി, 4 ഈ ദാഹം മാറ്റുവാൻ ആർക്കെ കഴിയത്തുള്ളൂ? ബാക്കി നമ്മൾ വായിച്ചത് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന്, ദാഹിക്കുന്നവരെല്ലാം ആരെടുക്കൽ വരട്ടെ. അവൻ ലോകത്തിൽ നമ്മുടെ ദാഹം മാറ്റാൻ പറ്റത്തില്ല, ലോകത്തിൽ സുഖങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, അവൻ പണത്തിന് നമ്മുടെ ദാഹത്തെ മാറ്റാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒന്നിനും നമ്മുടെ ദാഹത്തെ മാറ്റാൻ പറ്റാതിരിക്കുമ്പോൾ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങൾക്ക് തൃപ്തി വരുത്തുമെന്ന് പറയുമ്പോൾ ഇന്ന് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാനൊരു വാക്കുകൾ വായിച്ച് കൺക്ലൂഷനായിട്ട് വായിച്ചു നിൽക്കണം. ഇത് വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചോളാം. യെശയ്യാവ് 55-ാം അധ്യായം, യെശയ്യാവ് 55-ാം അധ്യായം, അതിലെ 1, 2, 3 വാക്യങ്ങൾ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യം ഇല്ലാത്തവരുമായുള്ളവരെ. എന്താ പറഞ്ഞേ? അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യം പണം ഇല്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങി കൊള്ളുവിൻ. അടുത്തത് അപ്പമല്ലാത്തതിന് ദ്രവ്യവും, ഒന്നൊക്കെ പറയാമോ? തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും. ഹല്ലേലൂയ. തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലം ചെലവഴിക്കുന്നത് എന്തിന്? അവൻ പണം കൊടുത്താൽ പണം കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തില്ല, സമാധാനം ലഭിക്കത്തില്ല, സന്തോഷം ലഭിക്കത്തില്ല. ജീവിതത്തിൽ സമാധാന, സ്വസ്ഥ, സന്തോഷം, വിടുതൽ വേണമെങ്കിൽ തൃപ്തി വരുത്താൻ ഒരുവന് മാത്രമേ കഴിയുള്ളൂ, യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പറയാം, നിങ്ങൾ ദ്രവ്യമില്ലായിരിക്കും,
പണമില്ലാരും എന്റെ അടുത്തുള്ള ഞാൻ നിനക്ക് തൃപ്തി വരുത്താമെന്ന്. എല്ലാ കണികളും അടയ്ക്കുന്ന ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ അവനെ യേശു വിളിച്ചിടുന്നു. ആ പാട്ടിലെ ഒരു ഈരടി നമുക്കൊന്ന് പാടി. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവൻ പുസ്തകത്തിൽ ഉണ്മയായിരുന്ന എഴുതിയിടുമേ. നിൻ ജീവനെ അങ്ങനെ മാറ്റമില്ലാത്ത സാഹചര്യത്തിനാണ് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചു പോകുന്നത് ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള വചനത്തെ Lord,
Hallelujah.